മാന്യ സദസ്സിന് വന്ദനം. ശുചിത്വം നാട്ടിലും വീട്ടിലും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. വൃത്തിയായെന്നും നടന്നിടേണം, വൃത്തിയിൽ വസ്ത്രം ധരിച്ചിടേണം, പല്ലുകൾ തേക്കണം 2 നേരം, കുളിക്കാൻ മറക്കല്ലേ വേണ്ട നേരം. ഏതൊരു വ്യക്തിക്കും അത്യാവശ്യം വേണ്ട ഗുണങ്ങളിലൊന്നാണ് ശുചിത്വം. ശുചിത്വം എന്നാൽ നമ്മുടെ ശരീരവും നാം ജീവിക്കുന്ന ചുറ്റുപാടും മണ്ണും ജലവും വായുവും എല്ലാം മാലിന്യ വിമുക്തമായിരിക്കുന്നു എന്നാണ്. വ്യക്തി ശുചിത്വമാണ് ഇതിനെല്ലാം ആധാരം. ചെറുപ്പം മുതലേ ശുചിത്വം നമ്മൾ ശീലമാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കാനും നാം ശീലിക്കണം. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്നതാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മാലിന്യ വിമുക്ത കേരളം എന്ന സ്വപ്നം ലക്ഷ്യമാക്കി ഒരുപാട് പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കുട്ടികളായ നമ്മൾ അതിൽ പങ്കാളികളാകേണ്ടതാണ്. മോശമായ കളിപ്പാട്ടങ്ങളും മിഠായി കടലാസുകളും ബാക്കി വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും പൊതുസ്ഥലങ്ങളിലോ വീടിന്റെ പരിസരത്തോ വലിച്ചെറിയാൻ പാടില്ല. നമ്മുടെ വീടും ചുറ്റുപാടും ഓരോരുത്തരും വൃത്തിയോടെ സൂക്ഷിക്കുമ്പോൾ ശുചിത്വപൂർണമായ ഒരു നാട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുവഴി അനേകം പകർച്ചവ്യാധികളെ നമുക്ക് തടയാൻ കഴിയും. കൊറോണ കാലത്ത് ശുചിത്വത്തിന്റെ പ്രാധാന്യം നമ്മൾ വളരെയേറെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വ്യക്തി ശുചിത്വത്തിലൂടെ സാമൂഹിക ആരോഗ്യ ശുചിത്വം നമുക്ക് നിലനിർത്താനാകും. കുട്ടികളായ നമ്മളാണ് നാളത്തെ തലമുറ. നല്ലൊരു നാളേക്ക് വേണ്ടി, ആരോഗ്യമുള്ള ജീവിതത്തിന് വേണ്ടി ശുദ്ധമായ ജീവിതം നമുക്ക് അത്യാവശ്യമാണ്. അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ കൂടി കടമയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തി ശുചിത്വവും നമ്മളെ കൊണ്ട് സാധിക്കുന്ന വിധം നമ്മുടെ സ്കൂളിലെ ശുചിത്വവും വീട്ടിലെ ശുചിത്വവും ഉറപ്പുവരുത്തേണ്ടതാണ്. അങ്ങനെ നമുക്ക് നാട്ടിന്റെ ശുചിത്വത്തിൽ നമുക്കും പങ്കാളികളാകാം. വിജ്ഞാനമൊത്തിരി നേടിയാലും വൃത്തിയില്ലെന്നാൽ ഇതെന്തു കഷ്ടം. ശുചിത്വശീലങ്ങൾ നാം പാലിക്കുകയിൽ രോഗങ്ങൾ പമ്പ കടക്കുമല്ലോ. നന്ദി, നമസ്കാരം.